എങ്ങനെയുണ്ടായിരുന്നു മിക്സ്? ശ്രുതി പ്രശ്നം ഉണ്ടായിരുന്നു. ഓക്കെ, എന്തായാലും ജഡ്ജസ് കറക്റ്റ്ലി പറയും പ്രശ്നം ഉണ്ടായിരുന്നോ ഇല്ലയോ എന്ന്. But that was all right. Let's ask ചിത്ര ചേച്ചി. മോള് പാടി തുടങ്ങിയപ്പോ ശ്വാസം മേലേക്ക് പിടിച്ചത് പാടിക്കഴിഞ്ഞപ്പോ ഞാൻ താഴേക്ക് ഇറക്കിയത് അത്രയ്ക്ക് മാത്രം ഞാൻ ടെൻഷൻ അനുഭവിച്ചു കേട്ടോ. ഒരു സമാധാനമില്ലാത്തൊരു മിക്സ് ആയിപ്പോയി മോളെ. ശ്വാസം മുട്ടി, അതിന്റെ ഇടയിൽ കൂടെ ഉള്ള സംഗതിയുള്ള ഫാസ്റ്റ് ഒക്കെ ഒരു എത്ര ഒരു 5000 ഭയങ്കര ഫുൾ സ്പീഡില്. പക്ഷെ പാടിയത് കുഴപ്പമില്ല. ആദ്യത്തെ ആലാപ്പ പാടിയില്ലേ, അത് സഗമപ്പ മുകളിലോട്ട് പോകുന്ന ഭാഗം അവിടെ എത്തിയില്ല, മേലോട്ട് എത്തിയിട്ടില്ലായിരുന്നു. പിന്നെ യദുവംശയാമിനി ആ പാട്ടിനകത്ത് മണി നൂപുര മണിയുടെയായി മധുമാസ അവിടെയൊക്കെ സ്പീഡ് കൂടിപ്പോയി മോളെ. ശരിക്കാണ് വേണ്ട. അതൊക്കെ അങ്ങ് ഒരു സംഗതിക്ക് അതിനാവശ്യമുള്ളൊരു സ്പീഡുണ്ട്. അതിനേക്കാളും കൂടുതൽ നമ്മുടെ തൊണ്ടയിൽ വരും എന്ന് വെച്ചാൽ നമ്മൾ കുറച്ച് ഓവർ സ്പീഡായിട്ട് കാണിച്ച് എന്റെ ബ്യൂട്ടി പോവുകയുള്ളു. തമിഴ് പാട്ട് പനിവിഴും മലർ വനത്തിന്റെ അല്ലേ പാടിയത്? അതിനകത്ത് പരിഹാസം, അവിടെ ശ്രുതി, ഓങ്കാര പഞ്ച, അതൊന്ന് പാടാമോ? ഓങ്കാര പഞ്ചര കീരപുര ഹര സരോജ ഭവ കേശവാദി രൂപവാസവരിഭു ജലകാന്തക ഇതിന്റെ സാ ചേർന്നിരുന്നു. പക്ഷെ നേരത്തെ മോൾ ഇങ്ങനെ അല്ല പാടിയത് കേട്ടോ, എന്തോ വ്യത്യാസം ഉണ്ടായിരുന്നു പാടിയതിനകത്ത്. പിന്നെ മധുരം ഗായതിയില് 2-3 സ്ഥലത്ത് സ്ലിപ്പ് ചെയ്തു പോയി. ജപമീ മീര അത് നല്ലതായിരുന്നു ഒരു സ്ഥലത്ത് പാടിയത്. പിന്നെ അടുത്ത സംഗതിക്കും ഒരു ക്ലാരിറ്റി ഉണ്ട്. അത് എനിക്ക് പാട്ടിനകത്ത് മൊത്തത്തിൽ 5 പാടിനകത്തൊരു ക്ലാരിറ്റി കുറവ് മുഴുവൻ തോന്നി. എക്സ്പ്രഷനും കുറവായിരുന്നു. ചില സ്ഥലത്ത് നന്നായിട്ട് വന്നിട്ടുണ്ട് കേട്ടോ. ഓൾ ദി ബെസ്റ്റ്. താങ്ക് യു ചേച്ചി. ശരത് ജോലി ഇന്ന് 4 പോയി. 4 ആക്കാം. ആ മേളത്തെ പഞ്ചമവും ചേർന്നിട്ടില്ല, താഴത്തെ പഞ്ചമവും സ്ട്രെയിൻ കൊണ്ട് അതും ചേർന്നിട്ടില്ല. പിന്നെ മഹാഗണപതി അത് മോൾ അങ്ങനെ പഠിച്ചതാന്ന് തോന്നല്ലേ? മഹാഗണപതി മനസ സ്മരാമി, അതാണ് കേട്ടോ. അവിടെ എന്തോ ഒരു ഒടിച്ച് ഗണപതിയുടെ വയറ്റിനൊരു അമുക്കമുക്കിയിട്ടുണ്ട് കേട്ടോ മോളെ. അന്ന് അതൊക്കെ ശരിയായി കറക്റ്റായിട്ട് പഠിക്കണം. പിന്നെ കാമൻ കോയിൽ പരിഹാസം, മതി മതി, പരിഹാസം അത്രയും നീട്ടിപ്പിടിക്കണോ? അതിന്റെ ആവശ്യമില്ല. ലിറിക്സ് ഒക്കെ അതിനകത്ത് മറന്നുപോയി. പിന്നെ പറയാൻ മറന്ന പരിഭവങ്ങൾ വിറഹാർത്രമായി അങ്ങനെയൊക്കെ പറയും. നേരത്തെ അക്ഷരങ്ങളൊക്കെ അങ്ങോട്ടും ഇങ്ങോട്ടും തിരിച്ച് മറന്നയല്ലേ, മരുന്നയാണോ? അല്ല. ആ പിന്നെ എന്തിനാ അങ്ങനെ പാടുന്നത്? റെക്കോർഡിൽ അങ്ങനെ കേട്ടു. മലയാളി അല്ലേ മോള്? അതെ. അപ്പൊ എങ്ങനെ വീട്ടിൽ പറയുന്നത്? അമ്മേ ഞാൻ പരീക്ഷ എഴുതാൻ മരുന്നു എന്നാണോ? ഇല്ല, മറന്നു. അപ്പൊ അങ്ങനെ പറഞ്ഞാ പോരെ? നമ്മള് മലയാളമായിട്ട് പറയണം കേട്ടോ. പിന്നെ എഴുതി ഞാനങ്ങ് ക്ഷീണിച്ചു കേട്ടോ. അവളെ സത്യം പറയാമല്ലോ, ഒരു ഹോർലിക്സ് കുടിക്കാൻ തോന്നുന്നു മോളെ. ഓൾ ദി ബെസ്റ്റ്. താങ്ക് യു ശരത് സാർ. ശ്രീയേട്ട? 5 ഒന്നുകൂടെ നന്നായിട്ട് പാടാമായിരുന്നു. കാരണം നല്ല ടാലന്റഡ് ആയിട്ടുള്ള ഒരു കുട്ടിയാണ്. നല്ല സംഗതികൾ വരും. കാരണം ചിലതൊക്കെ ഇവിടെ വളരെ മനോഹരമായിട്ട് പാടിയിട്ടുണ്ട്, ചില പോർഷൻസ് ഒക്കെ. പക്ഷെ കൂടുതൽ ഒരു 80%ഉം അതിന് മിസ്റ്റേക്സ് ആണ് വന്നിരിക്കുന്നത്. കാരണം അതിനിപ്പം മിസ്റ്റേക്സ് നമുക്ക് എടുത്തു പറയാനുള്ള ഒരു ഡ്യൂറേഷൻ നമുക്ക് ഈ ഷോയ്ക്കില്ല. അതിനകത്തൊരു മിക്സ് എനിക്ക് ഇഷ്ടപ്പെട്ടു. കണ്ണോട് കഴിഞ്ഞിട്ട് മറ്റേ നന്ദനത്തിലെ സോങ് കയറുന്നൊരു മിക്സ് വന്നിരുന്നു, അത് കുഴപ്പമില്ലായിരുന്നു. പിന്നെ രമണീയ, എല്ലാം ഓക്കെ. പക്ഷെ ഒരു വളരെ റഷിങ്ങും എന്തോ ഭയങ്കര കഷ്ടപ്പെട്ട് പാടി അങ്ങ് നിർത്തി. എണ്ണത്തിൽ കുറവാണെങ്കിലും നമുക്കിപ്പോ ഒരു 5 എണ്ണം പാടിയാലും മതി. പക്ഷെ അത് നല്ല സുഖമായിട്ട് മിക്സ് ചെയ്താൽ ഭയങ്കര ബ്യൂട്ടിഫുൾ ആയിരിക്കും. കാരണം യു ക്യാൻ സിംഗ്, ടേക്ക് ഇറ്റ് ആസ് എ പോളിസി. ഓൾ ദി ബെസ്റ്റ്. താങ്ക് യു. കാവേരി? അഞ്ജുനെ കാണുമ്പോൾ എൻ്റെ കൂടെ പഠിച്ചൊരു കുട്ടീനെ ഓർമ്മ വരിക. ഇതേപോലെ ഫേസ് കട്ടല്ല, സെയിം അതേപോലെ ഉണ്ട്. സോ ടീച്ചേഴ്സ് പറയുന്നതൊക്കെ പോസിറ്റീവായിട്ട് എടുത്ത് നെക്സ്റ്റ് റൗണ്ട് ഇന്നും നന്നായിട്ട് പാടണം. എനിക്കിഷ്ടപ്പെട്ടു. ഓൾ ദി ബെസ്റ്റ്. താങ്ക് യു ജഡ്ജസ്. ഓക്കെ അഞ്ജു, നമുക്ക് മാർക്സിലേക്ക് അടുക്കാം. കാവേരി, ഔട്ട് ഓഫ് 10? 7. 7 on 10. ശ്രീയേട്ട, ഔട്ട് ഓഫ് 30? 24. 24 on 30. ശരത് സാർ? മോളെ ഞാൻ ഈ പറഞ്ഞൊന്നും വിഷമിക്കരുത് കേട്ടോ. ഞാനിത് പറഞ്ഞത് മോള് അസാധ്യമായിട്ട് പാടി. ഞങ്ങൾ ആദ്യം തന്നെ ഓഡിഷനിൽ ഞെട്ടിപ്പോയ ഒരു പാട്ടുകാരിയാണ്.
ഇവിടെ വീട്ടിലെ ഒരു കുഞ്ഞിന്റെ അടുത്തുള്ളതാണ് പറയുന്നത് കേട്ടോ മോളെ. 23 മാർക്സ്. താങ്ക് യു സർ. 23. ചിത്ര ചേച്ചി 26. 26. അഞ്ജുയുടെ ടോട്ടൽ മാർക്സ് 8080. എനിക്ക് അത്രയ്ക്ക് നന്നായിട്ട് പാടാൻ പറ്റിയില്ല, മാർക്സും കുറവാണ്. ഇപ്പം നിങ്ങളുടെ സപ്പോർട്ടില്ലാണ്ട് മുമ്പോട്ട് പോകാനേ കഴിയില്ല. ദയവേത് എല്ലാവരും എനിക്ക് വേണ്ടി വോട്ട് ചെയ്യുക. വോട്ട് ചെയ്യേണ്ട ഫോർമാറ്റ് ISS സ്പേസ് അഞ്ജു ANJ.